ഹായ്, വീണ്ടും അപ്സ ഫാമിലിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലവ് ബേഡ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നോക്കിക്കേ, ഈ കൂട് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ലവ് ബേഡ്സിൻ്റെ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് കണ്ടോ. അതായത് നമ്മുടെ ടേബിൾ ഫാനില്ലേ, അതിൻ്റെ രണ്ട് സൈഡിൽ ഇതെടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിരിക്കുന്നതാണ്. ഇഷ്ടമായോ എല്ലാവർക്കും? ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, ഇതൊരു നല്ലതാണ്. ഇത് നല്ലൊരു ഐഡിയ അല്ലേ? അങ്ങനെ കൂടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ അതിന് കുറച്ച് നല്ല സ്പേസ് കിട്ടും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലവ് ബേഡ്സ് മുട്ടയിട്ടതാണേ. മുട്ടയിട്ടതാണ്ട് 3 മുട്ടയുണ്ട്. അതിങ്ങനെ അത് ആദ്യത്തെ കുഞ്ഞാണിത് കേട്ടോ, ഫസ്റ്റ് ബേബി കണ്ടോ. ബാക്കി 2 മുട്ട ഇനി വിരിയാനുണ്ട്. ഇതിപ്പോൾ അടുത്ത സെക്കൻഡ് ബേബി 2 എണ്ണം കണ്ടില്ലേ. ഒരാളിനി വിരിയാനുണ്ട്. ഇങ്ങനെ സെക്കൻഡ് ബേബി 2 പേരും കൂടെ ഇങ്ങനെ കിടക്കുവാണേ. നമ്മുടെ പിള്ളേർക്ക് ഇന്ന് എടുക്കാൻ മടി, അതുകൊണ്ട് ഞാനിന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇത് 3ാമത്തതും വിരിഞ്ഞ്. എന്ത് രസമാണ് കാണാനല്ലേ, എന്താ ക്യൂട്ടല്ലേ. അത് ചേർന്ന് കിടക്കുന്നത് നോക്കിക്കേ, എന്ത് സൂപ്പറായിട്ടാ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇതിനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ ഈ പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ ഉള്ളത് സ്നേഹം കുട്ടികൾക്കുണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. ഇവിടെയുണ്ട്, പൂച്ചയുണ്ട്. പക്ഷേ ഈ ലവ് ബേഡ്സ് നമ്മുടെ അല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെയാണ്. ഇത് കണ്ടോ, 2 ആഴ്ചയായതാണ്. സെക്കൻഡ് വീക്കിൽ 2 ആഴ്ചയായുള്ള ലവ് ബേഡ്സാണ്. ഒന്ന് നിൽക്കുന്നതേ ഉള്ളൂ, കണ്ണൊന്നും തുറന്നിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ കുട്ടികൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിക്കും, അത് തിന കഴിക്കും. ഇതിപ്പോൾ കുറച്ചായി. അപ്പോൾ ഇങ്ങനെ അതിനകത്തുനിന്ന് ഇലയെല്ലാം കൊത്തിപ്പറിച്ച് കഴിച്ചിട്ടിരിക്കുക 3 പേരും കൂടി. അത് 2 ബ്ലൂവും 1 യെല്ലോയും ആണെന്ന് തോന്നുന്നു. അതുപോലെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ബാംഗ്ലൂർ ഇതുപോലുള്ള കൂടുകളൊക്കെ വെക്കാനേ പറ്റത്തുള്ളൂ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വാടകയ്ക്കല്ലേ ഇവിടെ താമസിക്കുന്നത്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കൂടൊക്കെ അടിച്ച് ഒത്തിരിയും പേര് നല്ലതായിട്ട് ചെയ്യും. അതിപ്പം 1 മന്തായെന്ന് തോന്നുന്നു. 1 മന്തായ ഒരു 3 വീക്കായി. 1 മന്തായില്ല, 3 വീക്കായി, ആ രീതിയിലുള്ളതാണ്. ഇതിപ്പോൾ 1 മന്തായത്. 1 മന്തായപ്പോഴത്തേക്ക് ഇത്രയായി. അപ്പോൾ എല്ലാം 2 എണ്ണം അതിനകത്തുണ്ട്. ഒരെണ്ണത്തിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് മാറ്റിയായിരുന്നു കേട്ടോ, താഴെ കിടക്കുന്നത്. പക്ഷേ ഈ സ്പോഞ്ചൊന്നും അത് വെക്കൂല, അതിൻ്റെ അമ്മ വന്ന് തട്ടി നിറച്ച് കാണും. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, മാറ്റി വേറൊരു സ്ഥലത്തോട്ട് മാറ്റി. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വീഡിയോസ് എല്ലാം പിടിച്ചതാണ്. നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്, മോൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്, മോൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് വീഡിയോസൊക്കെ പിടിച്ച് മുട്ടയിടുന്നതും അവർ നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നു. ഇതിപ്പോൾ അതിൻ്റെ പേരാണേ, 2 ഇതുങ്ങളുടെയാണ് മുട്ട വിരിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഇട്ട് വെച്ചിട്ടുണ്ട്, 3 മുട്ട ഇട്ടിട്ടുണ്ട്. അതെടുത്തിട്ടില്ല നമ്മൾ, അതെടുക്കണം. ഈ കൂടുതലായതുകൊണ്ട് സ്ഥലമുണ്ടേ, നല്ല സ്പേസ് ഉണ്ട്, അതുകൊണ്ടിരിക്കുന്നു. അതായിരിക്കുന്നു 2 പേര്, അതിനകത്ത് 2 പേരാണ്. എന്തായാലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മൾ കുട്ടികൾ കുറേ എനിക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ തുടങ്ങിയതാണ്. എന്നാലും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.